ഹൃദയം നിശബ്ദമായി നിങ്ങൾ ഇരിക്കാൻ തുടങ്ങി അത് കൺട്രോൾ ചെയ്ത് ക്ഷമയോടുകൂടി നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പിന്നിലെ സാന്നിധ്യം, ആ ദിവ്യമായ സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നോട് ഇന്ന് നമ്മുടെ ട്രെയിനർ ചോദിച്ചു, മെഡിറ്റേഷനിലും കണ്ണടച്ചൊക്കെ പലയിടത്തും ഇരുന്നുണ്ട്, അന്നേരം ഒന്നും തോന്നാത്തൊരു സംഭവം എങ്ങനെയാണ് ഇതിനകത്ത് തോന്നുന്നത്? നേടിയെടുക്കുന്നതാണ്, അത് വരുന്നു ചേരുന്നതാണ് ഗ്രേസിലൂടെ. നമ്മൾ നിരന്തരമായ ആ മാർഗത്തിലുള്ള പരിശ്രമത്തിലൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണ്. നിങ്ങൾ ക്ഷമയോട് കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ലാൻഡ് ചെയ്യാന്ന്. എവിടം വരെ പോകാൻ പറ്റും? ആസ്ട്രൽ പ്രൊജക്ഷനിൽ ഈ ഏഞ്ചൽസിനെ കൊണ്ടുവന്നിട്ട് പണി നടത്തിക്കുന്ന ആൾക്കാരാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻകാർ. അവർക്ക് അവിടം വരെ പോകാൻ പറ്റുള്ളൂ. ഏഞ്ചൽ ആണെന്ന് അവർ വിശ്വസിച്ചു. ചെറുകം കയ്യിൽ വാളും ലാസൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇതാണ് ഏഞ്ചൽ. അവിടം വരെ പോയാൽ പോരാ, വൈകുണ്ഠം വരെ പോകണം, ആലമുൽ അർവാഹ് വരെ പോകണം. അതാണ് യഥാർത്ഥ പോക്ക്. ഇത്രയും നമ്മൾ ഡെവലപ്ഡായി, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവായി, പലയിടത്തും നമ്മൾ കറങ്ങി മൈൻഡ് പവർ പഠിച്ചു. ഇനി നമ്മൾ കുട്ടികളിക്ക് നിൽക്കരുത്. ആ കറക്റ്റ് ആയിട്ടുള്ള ആ സൈലന്റ് പ്രാക്ടീസിലൂടെ നിങ്ങൾ എത്തുന്നത് ഒരു ആത്മാവിനെയോ ഒരു ഏഞ്ചലിനെയോ ഒരു ചാത്തനെയോ ഒരു മറുതയോ ഒന്നിനെയും വിളിക്കാതെ തന്നെ നിങ്ങളുടെ ശരീരത്തെ ഓട്ടോമാറ്റിക്കായി സുഖപ്പെടുത്തുന്ന ഒരു ഊർജ്ജം നിങ്ങൾക്ക് അനുഭവപ്പെടും.